തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപുള്ള മോട്ടോർ വാഹന വകുപ്പിലെ സ്ഥലമാറ്റത്തിൽ അതൃപ്തി അറിയിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ അതിനു മുമ്പ് ഉത്തരവിറക്കിയത് ശരിയായില്ല. അഴിമതിക്കാരെ എങ്ങോട്ട് മാറ്റണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മന്ത്രിക്കാണെന്നും ഗണേഷ് മീഡിയ വണ്ണോട് പറഞ്ഞു. സോളാർ ഗൂഢാലോചന കേസിൽ തനിക്കെതിരെ തെളിവില്ലെന്നും ഗണേഷ് പറഞ്ഞു. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടായിരുന്നു ഗതാഗത വകുപ്പിൽ ചില സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും പ്രൊമോഷന്റെയും സ്ഥലം മാറ്റത്തിന്റെയും ഉത്തരവ് പുറത്തിറങ്ങിയത് വാർത്തയായതിനു പിന്നാലെ അത് മരവിപ്പിച്ചു. എന്നാൽ ഗതാഗത വകുപ്പിന്റെ പുതിയ മന്ത്രിക്ക് ഉത്തരവിൽ കടുത്ത അതൃപ്തിയുണ്ട്. 30ന് മുമ്പ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അവരെ എവിടെ നിയമിക്കണം എന്നുള്ള കാര്യം മന്ത്രിയോട് ആലോചിക്കാതെ 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ 2:45 ഉത്തരവിറക്കിയത് ശരിയായില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ താൻ ഗൂഢാലോചന നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തെയും മന്ത്രി തള്ളിക്കളഞ്ഞു എന്ന് അവർ പറയുന്നില്ലേ? ഏത് നിയമവ്യവസ്ഥയിൽ എവിടെയാണ് പറയുന്നത്? അവർ കൊട്ടാക്കര കോടതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ ഒരു കേസ് കൊടുക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. വേറെ ടെക്നിക്കൽ എവിഡൻസ് ഒന്നുമില്ല. ഒരു വിഷയത്തിന് ഞാൻ പറയട്ടെ, ഞാൻ ഒരാളെ പുറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല, എനിക്ക് സമയമില്ല എന്നാണ്. CBI ചോദിച്ച മൊഴിയിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായ മൊഴി കൊടുത്ത ആൾ ഞാനാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. പുതിയ ഗതാഗത മന്ത്രിയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ വൈകിട്ട് 5:30 മീഡിയ വണ്ണിൽ സംപ്രേഷണം ചെയ്യും. മീഡിയ വൺ, തിരുവനന്തപുരം.